ശേഷിക്കുന്ന കുറേ കോൺഗ്രസ്സുകാരെയും താമസിയാതെ തന്നെ BJP കൊണ്ടുപോകും. മുസ്ലിം ലീഗ് ഇനിയും ചിന്തിക്കണം. പിന്നെന്താ, ഇടതുപക്ഷവുമായിട്ടുള്ള മത്സരരംഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒന്നിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗ് നല്ലതുപോലെ ആലോചിക്കേണ്ട ഒരു സമയമാണ്. ശ്രീ എ സമ്പത്ത്, ഇവിടെ ഒരു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു, നെയ്യാറ്റിൻകര ബൈ ഇലക്ഷന് അവിടെ പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാണ്. എന്തൊക്കെ പുകിലാണ് ഉണ്ടായതെന്ന്, എന്തൊക്കെ ആരോപണമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ എന്ന് CPM ഉന്നയിച്ചത്. ഏറ്റവും കൂടുതൽ TN പ്രതാപൻ ഈ അടുത്തിടെ തൃശ്ശൂരിൽ അവിടെ UDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞു. സമാനമായ രീതിയിൽ വലിയ വിമർശനം ഉണ്ട്. ലാസ്റ്റ് പ്രതാപൻ തിരുത്തി. ഇവിടെ LDF കൺവീനർ തന്നെ വന്ന് പറയുകയാണ്, കേരളത്തിൽ മിക്ക മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോരാട്ടം LDFും BJPയും തമ്മിലാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണത്? രണ്ടാം സ്ഥാനത്ത് BJP വരുന്നു. ശ്രീ സമ്പത്ത്, ഇല്ലാത്ത വലിപ്പം ഉണ്ടായി കൊടുക്കലല്ലേ അത്? അപ്പോഴേ പ്രിയപ്പെട്ട ഹാഷ്മി, എൻ്റെ പ്രിയപ്പെട്ട ചാമക്കാലയ്ക്ക് നൽകിയ ആ ഒരു സമയം ഏകദേശം സമ്പത്തിന് കൂടി നൽകുമല്ലോ അല്ലേ? ഉറപ്പായും. നമ്മൾ കോൺഗ്രസ് എന്നുള്ളത് BJPയിലേക്കുള്ളൊരു വഴിയാണ് എന്നുള്ളത്, ഒരു പന്ഥാവാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു ചരിത്ര സത്യമാണ്. അതൊരു ആരോപണം അല്ല. ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആണ് എന്നുള്ളതും ഇപ്പോൾ നാം ഈ ചർച്ച നടക്കുന്ന വേളയിൽ നമ്മുടെ ചുറ്റുവട്ടത്തും പലരും കാണുന്നതായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലരും നാളെ BJP ആകുന്നു എന്നുമുള്ളതും നമുക്ക് നന്നായി അറിയാവുന്നതാണ്. വളരെ അഭിവന്ദ്യനായ ഒരു നേതാവിൻ്റെ വാക്കുകൾ ഞാനൊന്ന് കടമെടുത്തോട്ടെ. എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് എന്നോട് ക്ഷമിക്കും എന്നുള്ള വിശ്വാസത്തിൽ ശ്രീ AK ആൻ്റണി സാറ് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് AK ആൻ്റണി സാറെന്ന് മാത്രമേ കുട്ടിക്കാലത്തും വിളിച്ചിട്ടുള്ളൂ, SFIയിൽ നിന്നപ്പോഴും വിളിച്ചിട്ടുള്ളൂ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിളിക്കുകയാണ്, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം. അദ്ദേഹം തന്നെ കോൺഗ്രസ്സുകാരുടെ യോഗത്തിൽ പറഞ്ഞത് എന്താണ്? നിങ്ങളുൾപ്പെടെ ഉള്ളവർ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നമ്മൾ നടത്തിയത് എന്തായിരുന്നു? രാവിലെ കോൺഗ്രസും രാത്രിയാവുമ്പോൾ BJPയുമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ചേർന്നതല്ല എന്ന് സാക്ഷാൽ ശ്രീ AK ആൻ്റണി സാറിന് തന്നെ പറയേണ്ടി വന്നത് ഏത് സമയത്താണ്? നമ്മുടെ മുന്നിലുണ്ടല്ലോ ഈ വാക്കുകളെല്ലാം. LDFിൻ്റെ കൺവീനർ പറഞ്ഞത് നിങ്ങൾ നോക്കുക. കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുന്നു എന്നുള്ളതുമാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ചർച്ച അത് ഏതാനും വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ കേസിലേക്ക് ഏതെങ്കിലും ചില പ്രത്യേക വിഷയങ്ങളിലേക്ക് ചുരുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം. അങ്ങനെ ചുരുക്കണ്ട. ഇപ്പോൾ CPM ഒരു വലിയ പാർട്ടിയാണ് എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല, പണ്ടും അവകാശപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അവകാശപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 2 ലോക്സഭകളിൽ വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ല. ഓർക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിന് യോഗ്യരായ നിലയിലേക്ക് അംഗസംഖ്യ കോൺഗ്രസ്സിന് ഇല്ലാതിരുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ സഭയിലെ നേതാവിനെ വിളിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കൊടുത്ത CPIM നേതാവുണ്ട്, മുഖ്യമന്ത്രിയായ ജ്യോതി ബസു. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്. ആ ഭരണഘടനാ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് എടുക്കേണ്ടുന്ന നിലപാടെന്താണ്? അത് മതനിരപേക്ഷത സംരക്ഷിച്ചുകൊണ്ടാണ്. BJPയുടെ ഹിന്ദുത്വ നിലപാട്, തീവ്ര ഹിന്ദുത്വ നിലപാട്, അവിടെ മിതഹിന്ദുത്വ നിലപാടുമായി അത്തരത്തിൽ വർഗീയതയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും അത് അഭികാമ്യമല്ല. കോൺഗ്രസ്സുകാരായ നേതാക്കളെക്കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ആവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങളുടെ നേതാക്കളെ അടക്കം സാക്ഷാൽ സഖാവ് EMSനെ അടക്കം വിളിച്ചിട്ടുള്ള ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട്, നിരവധി പദപ്രയോഗങ്ങളുണ്ട്. അതെല്ലാം കേട്ട് കണ്ട് വളർന്നവർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അതേ രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ മുദ്രാവാക്യങ്ങളെല്ലാം ഇപ്പോൾ പറയാനുള്ളൊരു സമയമൊന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസ് എങ്ങോട്ടുള്ള പോക്കിലാണ്, അത് മാത്രം അവർ പറഞ്ഞാൽ മതി. ഇന്ത്യയിൽ അവർ എങ്ങോട്ടുള്ള പോക്ക്, സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഗവൺമെന്റിനെ സ്വന്തം കേരളത്തിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണോ? സമ്പത്തിന്റെ ബോധ്യം എന്താണ്? കേരളത്തിൽ കോൺഗ്രസിനാണോ BJPക്കാണോ ശക്തി? ആഷ്മി ഞാനൊന്ന് മുഴുമിപ്പിച്ചോട്ടെ, ഒറ്റ മിനിറ്റ് തന്നാൽ മതി. അസഹിഷ്ണുത വേണ്ട ആഷ്മി. സ്വന്തം ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്നതിന് മണിപ്പൂരിൽ, കർണാടകത്തിൽ, മധ്യപ്രദേശിൽ എല്ലാം അത് ആരാ ചെയ്തത്? ഗോവയിൽ ഉൾപ്പെടെ. ഇപ്പോൾ ഈയിടെ നടന്ന ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് മനു സിംഗ്വിക്ക് വോട്ട് ചെയ്യേണ്ടിയിരുന്ന കോൺഗ്രസിൻ്റെ MLAമാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അത്താഴ വിരുന്നിനടക്കം ഒരുമിച്ച് കൂടിയതിന് ശേഷം പിന്നീട് എന്താണ് U2 ബ്രൂട്ടസ് എന്ന് അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചല്ലോ, എന്നോടൊപ്പം അത്താഴ വിരുന്നിരുന്ന് കഴിച്ചിട്ട് പോയ ആളുകളടക്കം ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്യും എന്ന് ഞാനും വിചാരിച്ചില്ല എന്ന്
പറഞ്ഞതാരായിരുന്നു? അപ്പോൾ ഇതൊക്കെയാണല്ലോ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതിൻ്റെ നേതാക്കൾ മാത്രമല്ല പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ളവർക്ക് ആരെയാണ് വിശ്വസിക്കാനാവുക? സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലത്താണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പഴിയല്ല ഞങ്ങൾക്ക്. കേരളത്തിൽ ഏത് സീറ്റിലാണ് ബി.ജെ.പി. രണ്ടാം സ്ഥാനത്തുള്ളത്? പറയും പോലെ കേരളത്തിൽ ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് ബി.ജെ.പി. രണ്ടാം സ്ഥാനത്ത് വരാൻ പോകുന്നത്? ഞാൻ ഈ ചോദിച്ചതിനൊന്ന് മറുപടി ഒന്ന് പറഞ്ഞേ. അല്ല, അതൊക്കെ ശരി, അതൊക്കെ കോൺഗ്രസ്സോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് MLA ആണ് CPIM-ന്റെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഏത് ഗവൺമെന്റിനെയാണ് അട്ടിമറിച്ചത്? ഇപ്പോ രണ്ടാം സ്ഥാനത്ത് വരുന്നതിനെ കുറിച്ചുള്ളതിന്റെ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ BJP എങ്ങനെയാണ് കേരളത്തിലെ നിയമസഭയിൽ ഒരു MLA ഉണ്ടായത്? അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ പിന്നീട് പറയുകയുണ്ടായി, LDF-ൽ ചേർന്നിട്ടല്ല അദ്ദേഹം പറഞ്ഞത്, അവിടെ നിൽക്കുമ്പോൾ പറയുകയുണ്ടായി വോട്ടുകൾ എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ പറ്റി അദ്ദേഹം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ LDF കൺവീനർ പറയുകയാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും BJP-യും LDF-ഉം തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് എന്ന് പറയുകയാണ്. ഞാൻ അതിലേക്ക് പിന്നെ വരികയാണ്. കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം BJP അങ്ങനെ നേർക്കുനേർ പോരാട്ടം LDF-ഉമായിട്ടില്ല. ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് നേർക്കുനേർ പോരാട്ടമെന്ന് ഈ കണക്ക് വെച്ച് നോക്കിയാൽ, സ്റ്റാറ്റിക്സ് വെച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയാം. ഇനി BJP രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്തേക്ക് പോയത് ആരാണെന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ കണക്കുകളൊക്കെ അങ്ങനെ നിൽക്കെ LDF കൺവീനർ എന്ന് പറയുകയാണ് കേരളത്തിലെ കുറേ മണ്ഡലങ്ങളിൽ LDF BJP നേർക്കുനേർ പോരാണ്, ഇവിടെ കോൺഗ്രസ് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഇല്ലാത്ത BJP-ക്ക് ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുക്കാൻ എന്തിനാണ് LDF കൺവീനർ തയ്യാറാവുന്നത്? ശ്രീ എ സമ്പത്ത് വാക്കിൽ തന്നെ ഉണ്ടത്. ആഷ്മിയുടെ വാക്കിൽ തന്നെ ഉണ്ട്. അത് മാത്രമേ ഞാനിങ്ങ് എടുക്കുന്നുള്ളൂ. കോൺഗ്രസ് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് മുങ്ങിത്താഴുന്ന ഒരു കപ്പലിൽ നിന്ന് എലി മുതൽ പുലി വരെ ചാടി വല്ലയിടത്തേക്കും പോകുന്നുവെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയാണ് BJP-ക്ക് വേണ്ടി കേരളത്തിൽ വരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തിൽ വരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കുറെ അധികം മണ്ഡലങ്ങളിൽ LDF BJP നേർക്കുനേർ പോരാട്ടമാണ് എന്ന് എ സമ്പത്തും പറയുകയാണോ? ആ പോരാട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് സമ്പത്ത് പറഞ്ഞു എന്ന് പറഞ്ഞോളൂ. പൂർത്തിയാവുള്ളൂ. അതെങ്ങനെയാണ് പറയുന്നത് സർ? ഹാഷ്മിയുടെ വാക്കുകൾ എന്റെ വാക്കാവില്ല. സമ്പത്ത് പിണറായിക്ക് ഭരണ തുടർച്ച കിട്ടിയ നിയമസഭ അങ്ങേക്ക് ഓർമ്മയുണ്ട്? ഈ പിണറായിക്ക് ഭരണ തുടർച്ച കിട്ടിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപാണ് ഒരു പ്രകോപനമില്ലാതെ പൊട്ടി വീണ പോലെ CPM-ന്റെ ആരോപണം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുന്നു. ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടെന്ന പക്കാ വർഗീയ കോയിനേജ് പറയുന്നത് കോടിയേരിയാണ്. ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമാണെന്നാണ് അന്ന് വെളിപാട്. ഇപ്പൊ ലീഗിനെ പ്രശംസിക്കാത്ത ഒറ്റ ദിവസമല്ല EP-ക്കും CPM-നും. അപ്പൊ അന്ന് നിങ്ങൾക്ക് ആവശ്യം ഹിന്ദു വോട്ട് ധ്രുവീകരണമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം മുസ്ലിം വോട്ട് ധ്രുവീകരണമാണ്. തരാതരം നിലപാടെന്നല്ലേ പറയേണ്ടത്? അതിനപ്പുറം എന്തെങ്കിലും ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളുണ്ടോ ശ്രീ എ സമ്പത്ത്? അല്ല 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 ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി അന്ന് ജയിലിൽ CPIM-ൻ്റെതായ പ്രവർത്തകരും അത്തരത്തിൽ പിന്നീട് ജനതാ പാർട്ടിയായി വന്ന അങ്ങനെ നിരവധി ആളുകൾ ഒരേ സെല്ലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. ഇന്ന് BJP-ക്കെതിരായ പോരാട്ടമാണ് നടത്തുന്നത്. ഇന്ന് വർഗീയ ഫാസിസത്തിനെതിരായ പോരാട്ടമാണ് നടത്തുന്നത്. ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് കരുത്തുള്ളിടത്തെല്ലാം ഞങ്ങൾ ആ വിധത്തിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള വഞ്ചനാപരമായ നിലപാടിനെ തുറന്നു കാട്ടിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു എന്ന് വെച്ച് എവിടെങ്കിലും കോൺഗ്രസ് ആ വിധത്തിൽ BJP-ക്കെതിരായി നിൽക്കാതെ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള മുന്നണികൾ തുറക്കാൻ ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. കഴിഞ്ഞാൽ നല്ലത്. ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. ആ മുന്നണി ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് LDF കൺവീനർ എന്ന് പറയുകയാണ് BJP-ക്കാണ് ശക്തി എന്ന് പറയലാണ്. അതിന്റെ അർത്ഥം എന്താണ് CA സമ്പത്ത്? ഇവിടെ BJP-ക്കാണോ ശക്തി? ഇവിടെ ഏതെങ്കിലും കാലത്ത് BJP-ക്ക് ശക്തി ഉണ്ടായിട്ടുണ്ടോ? ആഷ്മി ഒന്ന് സംസാരിക്കാൻ അനുവദിക്കോ? ആഷ്മി ഒരുപാട് നേരം എൻ്റെ സമയം അപഹരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അജിറ്റേറ്റഡ് ആവുന്നതല്ല. ഈവൻ ദോ യു ആർ ട്രൈങ് യുവർ ബെസ്റ്റ് ടു പ്രൊവോക്കേറ്റ് മീ, ഞാൻ അതിലേക്ക് വീഴുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആഷ്മിയുടെ ആ വിദ്യാഭ്യാസം കയ്യിൽ വെച്ചേരെ. ഞാനിപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിൽ BSPക്ക് ലോക്സഭയിൽ ഒരു സീറ്റും കിട്ടിയില്ല. അതുകൊണ്ട് BSPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല എന്നോ UP-യിൽ അവർക്ക് സ്വാധീനമില്ല എന്നോ പറയില്ലല്ലോ. CPIM-ന് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് MLA-മാർ ലഭിച്ചിട്ടില്ല, MP-മാർ ഉണ്ടായിട്ടില്ല, MP-മാരുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം, ഞങ്ങളുടെ പോരാട്ടം അത് പാർലമെൻറ്റിലും പുറത്തും ഞങ്ങൾ ചെറുതാണെന്ന് നിങ്ങൾ പറയുമോ? ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലായാലും ബിൽക്കിസ് ബാനു കേസിലായിരുന്നാലും CPIM പാർലമെൻറ്റിനകത്തും പുറത്തും മാത്രമല്ല കോടതിയിൽ ജുഡീഷ്യറിയിലടക്കം നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്. നിങ്ങളിതെല്ലാം കണ്ടില്ല എന്ന് വയ്ക്കുമോ? ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ ഇത്തരം ചില കാര്യങ്ങളുണ്ട്.
ഇവിടെ വോട്ടിൻ്റെ ശതമാനം എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് ബി ജെ പിയുടേതായിട്ടുള്ള അപകടത്തെ കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സർ, ബി ജെ പി നിലവിൽ അത്ര ശക്തമല്ല കേരളത്തിൽ. കോൺഗ്രസിൽ നിന്ന് വോട്ട് ഷിഫ്റ്റ് സർ, ചെയ്യുന്നത് ബി ജെ പി നിലവിൽ അത്ര ശക്തമല്ല കേരളത്തിൽ. ബി ജെ പി ശക്തിയാകുമെന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇ പി ജയരാജൻ എന്താണ്? അത് കാരണം ലീഗ് ഇങ്ങ് വരണം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇ പി ജയരാജൻ എന്താണ്? ബി ജെ പിയെ വളർത്തിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം ഇ പിക്ക് എന്താണ്? സി എ സമ്പത്ത്, എൻ്റെ പൊന്ന ആഷ്മി, ഞാൻ പറയണമെന്ന് കേൾക്കോ, ഒന്ന് ചെവി തുറന്ന് കേൾക്കോ, ഹൃദയം കൂടി തുറന്നുകൊണ്ട്. ഈ കോലീബി സഖ്യം എന്നുള്ളത് ആഷ്മി ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നടന്നതാണില്ലേ? പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ ജാഥ വിളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചതും ഇതിലെ ചങ്ങാതിമാർ മറ്റ് രണ്ടുപേർക്കും നന്നായി അറിയാവുന്നതാണ്. ആരായിരുന്നു ഡോക്ടർ മാധവൻകുട്ടി? ആരായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്? ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു? ഏതൊക്കെ പാർട്ടികളുടെ സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു? എന്തിനു വേണ്ടിയാണ് ബേപ്പൂരിലും വടകരയിലും ആ പരീക്ഷണം നടത്തിയത്? എന്തിനു വേണ്ടിയായിരുന്നു? ഇടതുപക്ഷത്തെ വകവരുത്താനായിരുന്നു. ആണല്ലോ. ഇതും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഇത് പറഞ്ഞത്. ഓക്കെ സി എസ് സമ്പത്ത്, എന്തായാലും ഇ പി ജയരാജൻ പറയുന്നതിനെ സാധൂകരിക്കത്തക്ക വിവരങ്ങളല്ല താങ്കൾ പറഞ്ഞത്, സാധൂകരിക്കത്തക്ക കണക്കുകൾ നമ്മുടെ മുന്നിൽ ഇല്ലതാനും. ഓക്കെ, നമുക്ക് തിരികെ നമ്മുടെ ശേഷം